കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നിർമ്മലയും കീർത്തി ഓരോന്നൊക്കെ പറഞ്ഞ് ഗാഥയെ പ്രകോപിപ്പിച്ചല്ലോ. അതിൻ്റെ ദേഷ്യത്തിൽ ഗാഥ നിർമ്മലയും കീർത്തിനെയൊക്കെ കൈ കിട്ടിയതൊക്കെ വെച്ച് എറിയുകയും അവരെ തല്ലുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. അന്നേരം നിർമ്മലയാണെങ്കിൽ ജീവനും കൊണ്ട് നേരെ നവീൻ്റെ അരികിലേക്ക് ഓടുവാണ്. ഈ സമയം സുമിത്ര അങ്ങോട്ടേക്ക് വന്ന് കീർത്തി ഉപദ്രവിക്കുന്ന ഗാഥയെ കണ്ട് ഞെട്ടലോടുകൂടി ഇരിക്കുവാണ്. എന്നിട്ട് ഗാഥയെ പിടിച്ച് മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഗാഥയാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ കീർത്തിയുടെ കാരണത്ത് മാറി മാറി തല്ലുവാണ്. എന്നിട്ട് അവിടെ ഇരിക്കുന്ന ഫ്ലവർ വൈസ് എടുത്ത് അത് വെച്ച് കീർത്തിയുടെ തലയിൽ ഇങ്ങനെ ദേഷ്യത്തിൽ ഭ്രാന്തളിക്ക് അടിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഈ സമയം നിർമ്മല അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് നവീൻ്റെ റൂമിൽ തട്ടി വിളിക്കണേ, എടാ നവീൻ ഒന്ന് ഓടിവാ. അങ്ങനെ നവീൻ ഡോർ തുറന്ന് വരുവാണ്ട്. ഈ സമയം മാണിക്കുഞ്ഞ് അങ്ങോട്ടേക്ക് എത്തും. അന്നേരം നിർമ്മല പറയണേ, നവീൻ നിൻ്റെ ഭാര്യ അവിടെ ഭ്രാന്ത് മൂത്ത് നിൻ്റെ മോളെ കൊല്ലാക്കൊള്ളി ചെയ്യുവോ, ഒന്നങ്ങോട്ട് ഓടിവാ. ആ ഭ്രാന്തിനെ പിടിച്ച് ചങ്ങലക്കിടുകയോ എന്തേലും ചെയ്യും. അങ്ങനെ പറഞ്ഞ് നവീനെയും കൂട്ടി അവരെല്ലാവരും ഹോളിലേക്ക് എത്തുവാണ്. ഈ സമയം മുത്തശ്ശി ഇത് കണ്ടെത്തുന്നുണ്ട്. ഗാഥെ എന്തായി കാണിക്കുന്നത്, അവരെ വിട്. അന്നേരം നവീനും നിർത്താൻ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഗാഥ ഇതൊന്നും ശ്രദ്ധിക്കാതെ അവരെ വീണ്ടും ഉപദ്രവിച്ചുകൊണ്ടിരിക്കണേ. ഈ രണ്ടും കൂടിയാണ് എൻ്റെ ജീവിതം നശിപ്പിക്കുന്നത്. ഇവരാ എനിക്ക് സ്വസ്ഥത തരാതിരിക്കുന്നത്. ഇവർ രണ്ടുപേരെയും ഞാൻ കൊല്ലും എന്നും പറഞ്ഞ് ഗാഥ അവിടെ ഇരിക്കുന്ന ഒരു ഫ്ലവർ വൈസ് എടുത്ത് കീർത്തിക്ക് നേരെ എറിയാനായിട്ട് തുടങ്ങുവാണ്. അത് കാണുന്നതും കീർത്തി പെട്ടെന്ന് തന്നെ കുനിഞ്ഞു കളയുവാണ് കേട്ടോ. ഈ സമയം അങ്ങോട്ടേക്ക് വരുന്ന ഉദയൻ്റെ മൂക്കിലായിരിക്കും ആ ഫ്ലവർ വൈസ് ചെന്നിടിക്കുന്നത്. അങ്ങനെ മൂക്ക് പൊട്ടി മൂക്കിൽ നിന്ന് രക്തം വാർന്നൊഴുകുവാണ് കേട്ടോ. അതുകൊണ്ട് ഞെട്ടലോട് കൂടി നിൽക്കുവാണ് മുത്തശ്ശി നവീനൊക്കെ. അയ്യോ എൻ്റെ മൂക്കിൻ്റെ പാലം പോയേ എന്നും പറഞ്ഞ് ഉദയനാണെങ്കിൽ കരഞ്ഞു വിളിച്ച് എല്ലാവരെയും കാണിക്കുക. ഇതേടാ നോക്കടാ, നിൻ്റെ ഭാര്യ ചെയ്തു വെച്ച് നോക്കടാ എൻ്റെ മൂക്കിൻ്റെ പാലം. അന്നേരം നിർമ്മലയും നവീനോട് പൊട്ടിത്തെറിക്കണേ, കണ്ടില്ലേ ഭ്രാന്ത് ഇവൾ എന്താ കാണിച്ചതെന്ന്. എൻ്റെ ഉദയേട്ടനോട് ഇവൾ ചെയ്ത ദ്രോഹം കണ്ടില്ലേ, എൻ്റെ മോളോട് കാണിച്ചത് കണ്ടില്ലേ. ഇന്ന് എൻ്റെ മോളെ ഉദയേട്ടനെയും ഇവൾ ഈ പരുവത്തിലാക്കി. അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം തന്നെ ഇവൾ ഇതേ കാര്യം നന്ദേട്ടനോടും നിന്നോടും നിൻ്റെ അമ്മയോടും ഒക്കെ ചെയ്യും. ഇവളെ കളരിക്കൽ ശാപം മാറ്റി എന്നുള്ളതൊക്കെ നേരാ. പക്ഷേ ഉണ്ടല്ലോ ഇപ്പോൾ ഇവൾ കാണിച്ചു കൂട്ടുന്ന ഈ ഭ്രാന്തിനൊക്കെ അമ്മക്കും സുമിത്രക്കൊക്കെ എന്താ പറയാനുള്ളത്. ഇവൾ എന്തിനും ഇതിനും പൊക്കി തലയിലെടുത്ത് വെച്ച് നടക്കുമായിരുന്നല്ലോ, ഇപ്പം എന്തു പറ്റി ഒന്നും പറയാനില്ലേ. അന്നേരം നവീനാണെങ്കിൽ ഗാഥയുടെ അരികിലേക്ക് ചെന്ന് പൊട്ടിത്തെറിക്കണേ, ഗാഥ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്, തനിക്ക് എന്താ പറ്റിയത്, എന്ത് തന്നെ സംഭവിച്ചാലും ഇങ്ങനത്തെ ഒരു പ്രവൃത്തി തൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അന്നേരം കീർത്തി വരണേ, അതെങ്ങനെയാ ഇവള് എന്തെങ്കിലും ചെയ്താൽ ഇവിടെയുള്ള ആർക്കെങ്കിലും ഇവളോട് ചോദ്യം ചെയ്യാനോ ഇവളതിൻ്റെ പേര് ശാസിക്കാനോ പറ്റില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഇവളുടെ അമ്മ ഇങ്ങോട്ടൊക്കെ ഓടി വരില്ലേ. അവരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ആർക്കും മുമ്പിൽ പഞ്ചവെച്ചോടക്കി നിൽക്കില്ലേ. ഈ സമയം മുത്തശ്ശിയും ഗാഥയോട് പൊട്ടിത്തെറിക്കണേ, ഗാഥെ പലതവണയും നിന്നോട് പറയുന്നു ഇത്തരം പെരുമാറ്റോ രീതികളൊന്നും ഈ കുടുംബത്തിൽ നടക്കില്ലെന്ന്. ഇതൊന്നും അങ്ങനെ കണ്ട് വെറുതെ വിട്ട് കളയാൻ പറ്റുന്ന കാര്യങ്ങളും അല്ല. അന്നേരം ഗാഥ പറയുന്നുണ്ട്, ഇവരെന്നോട് പറഞ്ഞതോ, ഇവരാ എൻ്റെ അടുത്ത് വന്നതിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അന്നേരം മാണിക്കുഞ്ഞും പറയുന്നുണ്ട്, എന്നാലും ഗാഥ മേഡത്തോട് എനിക്കിതുവരെ ഒരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. ഇവരെങ്ങനെ മോശമായി പറഞ്ഞെന്ന് പറഞ്ഞ് മാഡത്തിൻ്റെ വായിൽ നിന്ന് ഇത്തരം സംസാരങ്ങളൊക്കെ വരാമോ. ഈ സമയം നവീൻ പറയണേ, ഗാഥ ഇനിയും തൻ്റെ ഭാഗത്തുനിന്ന് ഇതുപോലെ തരം താഴ്ന്ന രീതിയിൽ എന്തെങ്കിലും പ്രവൃത്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാനും എൻ്റെ കുടുംബത്തിൻ്റെ അഭിമാനം അന്തസ്സമൊക്കെ മറക്കും. എൻ്റെ ഭാഗത്തുനിന്നും പരിധി വിട്ടുള്ള പ്രവർത്തനങ്ങളും വാക്കുകളും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് താൻ മര്യാദയ്ക്ക് ഇപ്പോൾ അകത്തേക്ക് കയറി പോകാനല്ലേ പറഞ്ഞത്. അന്നേരം ഗാഥ ദേഷ്യത്തിൽ നിർമ്മലയുടെയും കീർത്തിയുടെ അരികിലേക്ക് ചെല്ലുക. നിങ്ങൾ ജയിച്ചു എന്ന് കരുതണ്ട, എല്ലാത്തിനൊട്ടും ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് ഗാഥ ദേഷ്യത്തിൽ റൂമിലേക്ക് കയറി പോകുവാണ്. ഈ സമയം നിർമ്മല പറയണേ, കണ്ടില്ലേ അവളുടെ അഹങ്കാരവും ദേഷ്യമൊക്കെ കണ്ടില്ലേ. കളരിക്കുള്ള ശാപം മാറിയപ്പോൾ ഇവളെപ്പോഴും ഒരു ശാപത്തെ ചുമക്കേണ്ടി വന്നല്ലോ നവീൻ്റെ ഗതികേട് അല്ലാതെ എന്തു പറയാനാ. ഇവൾക്ക് മുഴുത്ത വട്ട് തന്നെയാണ് ഉള്ളത്. ഇനി ഇത് വെച്ച് ഇവൾ ആരുടെയൊക്കെ ജീവൻ എടുക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. കളരിക്കൽ ഇതിനു മുമ്പ് ഒരു നാഗശാപം വരുന്നു, എന്നാലേ ഇപ്പോൾ ഗാഥശാപമാണ്. ഉദയേട്ടാവാ ഞാൻ ഡ്രസ്സ് ചെയ്ത് തരാം. അങ്ങനെ പറഞ്ഞ് ഉദയനെ വിളിച്ചുകൊണ്ട് നിർമ്മലയും കീർത്തിയൊക്കെ അവിടെ നിന്നും പോകുകയാണ്. ഈ സമയം നവീൻ മുത്തശ്ശിയുടെ അമ്മയോട് ചോദിക്കണേ, അമ്മേ മുത്തശ്ശി ഇനി എന്തെങ്കിലും പൂജയോ കർമ്മങ്ങളോ എന്തെങ്കിലും നടത്താൻ ബാക്കിയുണ്ടോ, കുറച്ച് സ്വസ്ഥത കിട്ടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്, മടുത്തു ഈ ജീവിതം. അങ്ങനെ പറഞ്ഞ് നവീനും അകത്തേക്ക് കയറി പോകുകയാണ്. ഈ സമയം മുത്തശ്ശി പറയണേ, എൻ്റെ ഭഗവാനെ സിദ്ധം പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിട്ട് വരുവാണല്ലോ, ഇതിന് എന്താ ഒരു പരിഹാരം, ഞങ്ങളെ ഇനിയും പരീക്ഷിക്കല്ലേ എന്നും പറഞ്ഞ് മുത്തശ്ശിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം റൂമിൽ കിടന്നുറങ്ങുന്ന നവീനെയാണ് കേട്ടോ. അങ്ങനെ നേരം വെളുത്തിട്ടും ആ ഒരു സമയത്തൊക്കെ നവീൻ കിടക്കുന്നത് കണ്ട് ഗാഥ അരികിലേക്ക് വന്ന് നവീനെ വിളിക്കുവാണ്. സോറി നവീൻ, എൻ്റെ ഭാഗത്തുനിന്ന് ഇന്നലെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് പ്രവർത്തനം ഉണ്ടായത്. എനിക്കറിയാം അത് നവീനും ഈ കുടുംബത്തിലുള്ളവരെയും ഒത്തിരി വിഷമിപ്പിച്ചു എന്ന്. സത്യം പറഞ്ഞാൽ അവരുടെ സംസാരമൊക്കെ കേട്ടപ്പോൾ എനിക്കങ്ങ് വല്ലാണ്ടേ ആയിപ്പോയി. ഒന്നാമത് ആ മരുന്ന് കഴിച്ച് എൻ്റെ തലക്കൊക്കെ ആകെ ഒരു അസ്വസ്ഥതയായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി അവരുടെ പരിഹാസവും കുറ്റപ്പെടുത്തലും ഒക്കെ കൂടി ആയപ്പോൾ എൻ്റെ കൺട്രോളങ്ങ് പോയി. എന്തൊക്കെയാണ് ചെയ്തതെന്ന് എനിക്ക് പോലും ഒരു ഓർമ്മയില്ല. ഞാൻ കാരണം നവീൻ ഒത്തിരി സങ്കടപ്പെടുന്നുണ്ട്. എനിക്കറിയാം എന്നെക്കൊണ്ട് പറ്റുന്നില്ല നവീൻ, ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എനിക്കിനി ഒരിക്കലും നവീൻ്റെ പഴയ ഗാഥയായിട്ട് മാറാൻ പറ്റില്ലേ.
അന്നേരം ഗാഥനെ ചേർത്ത് പിടിച്ചിട്ട് നവീൻ പറയുന്നുണ്ട്, എടോ ഗാഥ, താൻ ഇങ്ങനെ നെർവസ് ആവല്ലേ? എൻ്റെ ആ പഴയ ഗാഥ തിരികെ കിട്ടാനല്ലേ ഞാനും കാത്തിരിക്കുന്നത്. ഒക്കെ ശരിയാവോടോ, തന്നെ കൊണ്ട് പറ്റും. താനതിന് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ടല്ലോ. തൻ്റെ ശ്രമങ്ങളൊന്നും വെറുതെ ആവില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. താൻ എന്നോട് നിഷ്കളങ്കമായിട്ട് സംസാരിക്കുകയും തൻ്റെ കളിയും ചിരിയൊക്കെ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുകയും അതിൻ്റെ മനസ്സിലേക്ക് വല്ലാതെ അങ്ങ് പതിഞ്ഞു പോവുകയും ചെയ്തു പോയി. ആ ഗാഥയാണ് എനിക്ക് വേണ്ടത്. എനിക്കെൻ്റെ ആ ഗാഥയെ ഒരിക്കലും വെറുക്കാനോ ദേഷ്യപ്പെടാനോ ഒന്നും പറ്റില്ല. തനിക്ക് അതുപോലെ ആകാൻ പറ്റും ഗാഥ. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറും. അന്നേരം നവീനോട് ഗാഥ പറയണേ, ശരിയാ നവീൻ, അങ്ങനെ ആര് വിചാരിച്ചാലും നമ്മുടെ ജീവിതം ഇല്ലാതാക്കി കളയാൻ പറ്റില്ല. നമ്മൾ അവൻ്റെ ജീവിതം നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ജീവിക്കും. പിന്നീട് കാണിക്കുന്നത് ശ്രീനിവാസൻ കവലയിലേക്ക് വരുവാണ്. അവിടെ മോളിക്കുട്ടി ഓട്ടോയിലിരിക്കുന്നത് കാണുമ്പോൾ മോളിക്കുട്ടിയുടെ അരികിലേക്ക് ചെല്ലുക. ആ, ഇതെന്താ സിനിമ മാഗസിനോ? നമുക്കിപ്പോഴത്തെ സിനിമ നടനാര്, പുതിയ സിനിമകൾ എന്തൊക്കെയാ? അങ്ങനെയുള്ള ഒരു കാര്യവും അറിയില്ല. അല്ല അതിരിക്കട്ടെ, കൃഷ്ണമോൾ എവിടെ? അവള് ദേ നിൽക്കുന്നു. ഞാൻ വിളിക്കാം. വേണ്ട, ഞാൻ വിളിച്ചോളാം. കൃഷ്ണമോളെ. അങ്ങനെ കൃഷ്ണ അനിയൻ സാറിൻ്റെ അരികിലേക്ക് വരുവാണ് കേട്ടോ. ഇതാര് സാറോ? മോളെ, മോളുടെ ഐഡിയ വർക്കൗട്ട് ആയിട്ട് കേട്ടോ. ആ വീഡിയോ കൊണ്ട് കുറേ പേര് വിളിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇന്നലെ നല്ലൊരാൾ വിളിച്ചു. ആളുടെ സംസാരമൊക്കെ കേട്ടിട്ട് കൊള്ളാം, ജെനുവിനാണ്, വാങ്ങിക്കാൻ താല്പര്യമൊക്കെ ഉള്ള ഒരാളായിട്ടാണ് തോന്നുന്നത്. പിന്നെ അയാളെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഒരു വീഡിയോ അയച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവൊക്കെ കാര്യങ്ങളിലൊന്നും വലിയ പിടിയില്ലല്ലോ. അന്നേരം കൃഷ്ണ പറയണേ, ഇപ്പോൾ എല്ലാ ഫോണിലൂടെയാണല്ലോ. ഒരു വീഡിയോ ഒക്കെ എടുത്ത് അയക്കുമ്പോഴേക്കും ആ സ്ഥലത്തെക്കുറിച്ചും അങ്ങനെ ചുറ്റുപാടെക്കുറിച്ചും ഒക്കെ ഒരു ഡീറ്റെയിൽ അവർക്ക് കിട്ടുമല്ലോ. അപ്പോൾ നമ്മുടെ സ്ഥലം വാങ്ങിക്കുന്നത് അവർക്ക് നല്ലതാണോ? അവർക്കതുകൊണ്ട് അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രോജക്റ്റൊക്കെ അവിടെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു ഏകദേശ ധാരണ കിട്ടും. വീഡിയോ എടുക്കുമ്പോഴേ സ്ഥലത്തെ നാലതിരുകൾ കാണുന്ന രീതിയിലും അതിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടും വേണം വീഡിയോ എടുക്കാൻ. അവർക്ക് കാണുമ്പോൾ തന്നെ അതിലൊരു മതിപ്പ് തോന്നണം. അന്നേരം ശ്രീനിവാസ് പറയണേ, അങ്ങനെയാണെങ്കിൽ മോൾ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യുമോ? മോൾ തന്നെ ആ വീഡിയോ എനിക്കൊന്ന് എടുത്തു തരുമോ? നമുക്ക് ആ പ്രോപ്പർട്ടി വരെ ഒന്ന് പോയാലോ? അതിനെന്താ, സാറ് കാറിൽ പൊക്കോ, ഞങ്ങൾ പിന്നാലെ ഓട്ടോയിൽ വന്നോളാം. അന്നേരം ശ്രീനിവാസ് പറയണേ, അല്ല ഞാനും നിങ്ങളുടെ കൂടെ ഓട്ടോയിൽ വരാം, അതിന് നിങ്ങൾക്ക് വിരോധമുണ്ടോ? അന്നേരം മോളിൽ കൂടി ചോദിക്കണേ, അയ്യോ അതിന് സാറിന് ബുദ്ധിമുട്ടാവില്ലേ? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, എന്നാലേ രണ്ടാളും വണ്ടിയിൽ കയറ്. അങ്ങനെ പറഞ്ഞ ശ്രീനിവാസൻ അവരുടെ ഒപ്പം ഓട്ടോയിൽ പോകുവാണ്. പിന്നീട് സിത്താരയുടെ അരികിലെത്തുന്ന ഗാഥേനെ കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ ഗാഥേനെ ഒന്ന് ഉഷാറാക്കിയെടുക്കാൻ ശ്രമിക്കുവാണ് സിത്താര. സിനിമ അരികിലുണ്ടാവും. ഈ സമയം സുനന്ദയും ഇവരുടെ സംസാരം മറഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. ഗാഥ പറയണേ, മമ്മി ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് പറ്റുന്നില്ല മമ്മി. നവീൻ്റെ കുടുംബത്തിലുള്ളവരുടെ സ്നേഹം പിടിച്ചു വരാൻ എന്നെക്കൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ തോറ്റു പോകുക, എല്ലാം മതിയാക്കി പോന്നാലെന്ന് വരെ തോന്നുവാണ്. അന്നേരം സിനി പറയണേ, മാഡം അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ, പൂജാകർമ്മങ്ങളൊക്കെ കഴിയുന്നത് വരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്ക്, അതിനുശേഷം എല്ലാം ശരിയാകുമെന്നല്ലേ സിദ്ധം പറഞ്ഞത്. അന്നേരം ഗാഥയോട് സിത്താര പറയണേ, അതേ മോളെ, നീ ഇങ്ങനെ തളരല്ലേ, നിന്നെക്കൊണ്ട് പറ്റും. നീ ഒരു കാര്യം ചെയ്, നവീനോട് പറഞ്ഞ് നിങ്ങൾ തൽക്കാലം പുറത്തെവിടേക്കെങ്കിലും പോ. ആ ശാപം പിടിച്ച അന്തരീക്ഷത്തിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുമ്പോൾ തന്നെ നിൻ്റെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ആകും. നവീൻ എൻ്റെ കൂടെ വരുമോ? നവീന് പേടിയുണ്ടാവില്ലേ? എന്ത് പേടി? നവീൻ വളരെ സിൻസിയറായിട്ട് തന്നെയാണ് നിൻ്റെ കൂടെ നിൽക്കുന്നത്. അതുകൊണ്ട് നീ നവീനോട് ഈ കാര്യം പറ. ശരി മമ്മി, ഞാൻ നവീനോട് പറയാം. കുറച്ച് ദിവസം നവീനെ കൂട്ടി പുറത്തേക്ക് മാറി നിൽക്കാം. എനിക്കെൻ്റെ നവീനെ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ വയ്യ. നവീൻ്റെ സ്നേഹം എനിക്ക് വേണ്ട, അതിനുവേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തോളാം. പിന്നീട് കാണിക്കുന്നത് ശ്രീനിവാസൻ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്ന ആ 25 ഏക്കർ പ്രോപ്പർട്ടിയിലെത്തുന്ന കൃഷ്ണനെയും മോളിക്കുട്ടീനെയൊക്കെയാണ് കേട്ടോ. അന്നേരം കൃഷ്ണ ചോദിക്കണേ, ഓ ഇതാണോ, ഇത് ഫുള്ളും ആണോ ആ പ്രോപ്പർട്ടി? അതേ മോളെ. അന്നേരം മോളിക്കുട്ടി പറയണേ, ഷോ ഇതിൻ്റെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം മുഴുവൻ തീരുമല്ലോ. സാരമില്ലെന്നേ സാറേ, സാറിവിടുത്തെ അതിരുകളൊക്കെ ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞതാ, ഞാനതെല്ലാം വീഡിയോയിലൊക്കെ എടുത്തോളാം. അങ്ങനെ ശ്രീനിവാസ് അതെല്ലാം പറയുന്നുണ്ട്. അതിനുശേഷം ശ്രീനിവാസിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചിട്ട് കൃഷ്ണ അതിൻ്റെ വീഡിയോസ് എല്ലാം എടുക്കുവാണ് കേട്ടോ. അങ്ങനെ മുമ്പിലോട്ട് മാറി നിന്ന് കൃഷ്ണ അതിൻ്റെ വീഡിയോസും മറ്റും എടുക്കുവാണ്. ഈ സമയം ശ്രീനിവാസ് മോളിക്കുട്ടിയോട് ചോദിക്കണേ, അല്ല മോളിക്കുട്ടി, കൃഷ്ണയുടെ അച്ഛൻ? അറിയില്ല, അങ്ങനെ ഒരാളെക്കുറിച്ച് അവൾ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഞാനായിട്ട് ചോദിച്ചിട്ടുമില്ല. ചിലപ്പോൾ അച്ഛൻ മരിച്ചു പോവുകയും വല്ലോ ചെയ്തു കാണും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചോദിച്ച് അവൾ വിഷമിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ അവൾക്ക് അമ്മയുണ്ട്, അവൾക്ക് അമ്മയാണ് എല്ലാം. കൃഷ്ണക്ക് പിന്നെ അമ്മയെങ്കിലും ഉണ്ടല്ലോ, നമുക്ക് പിന്നെ അതുപോലും ഇല്ല. അന്നേരം ശ്രീനിവാസ് പറയണേ, മോൾ അങ്ങനെ വിഷമിക്കല്ലേ, നിന്നെ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും ചുറ്റിനും ഒരുപാട് ആളുകളുണ്ടല്ലോ, അത് തന്നെയല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. ഈ സമയം കൊണ്ട് കൃഷ്ണ വീഡിയോ ഒക്കെ എടുത്ത് അവരുടെ അരികിലേക്ക് എത്തുക. നിങ്ങളെന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്, അങ്ങോട്ട് വന്നൂടായിരുന്നോ? അന്നേരം ശ്രീനിവാസ് പറയണേ, ഓ എനിക്ക് പിന്നെ വയസ്സായില്ലേ മോള്? ആര് പറഞ്ഞു അലീൻ സാറിന് വയസ്സായെന്ന്? നിത്യവസന്തോടെന്നല്ലേ ആൾക്കാരൊക്കെ പറയുന്നത്. ദേ വീഡിയോ നോക്കിക്കേ എന്ന് പറഞ്ഞ് കൃഷ്ണ അതിനെക്കുറിച്ച് ഓരോ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. അന്നേരം ശ്രീനിവാസ് പറയണേ, മോൾക്ക് ഈ കാര്യത്തിലൊക്കെ വലിയ അറിവാണല്ലോ, പിന്നല്ലാതെ ഇവൾക്കറിയാത്ത ഒരു കാര്യമില്ല സാറേ എന്ന് മോളിക്കുട്ടി പറയുന്നുണ്ട്.
അന്നേരം കൃഷ്ണ പറയണേ ദേ മോളിക്കുട്ടി ചുമ്മാ ഇരിക്കുക കേട്ടോ. പിന്നെ സാറേ ഇതിൽ കുറച്ച് മ്യൂസിക്കും കുറച്ച് എഫക്ട്സും ഒക്കെ ചേർത്ത് ഒന്നും കൂടി എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സൂപ്പറാകും. അല്ല അതൊക്കെ ഇപ്പോൾ എങ്ങനെ ചെയ്യാനാ? അത് പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് നല്ല അറിവാണ്. അതിലൊന്നും എനിക്ക് വലിയ പിടുത്തമില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ അറിയാവുന്ന ഏതെങ്കിലും കുട്ടികൾക്കോ അല്ലെങ്കിൽ അറിയുന്ന മറ്റാരെങ്കിലും കൊണ്ട് ചെയ്യിച്ചാൽ മതി. അന്നേരം മോളിക്കുട്ടി പറയണേ അങ്ങനെയാണെങ്കിൽ ഒരുത്തനുണ്ട്, അവൻ ഈ വക കാര്യത്തിലൊക്കെ എക്സ്പേർട്ടാ, നമുക്ക് അവനെ കൊണ്ട് തന്നെ ചെയ്യിക്കാം. എന്നാൽ പിന്നെ അത് മോളിക്കുട്ടി എന്ന് റെഡിയാക്കിക്കോളും. ആ സമയം ശ്രീനിവാസൻ ചോദിക്കണേ അല്ല മോളെ അങ്ങനെയുള്ള മ്യൂസിക്കും മറ്റുമൊക്കെ ആഡ് ചെയ്യണോ? നമുക്ക് കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ള രീതി പോരെ? അത് കുഴപ്പമില്ല, എന്നാലും നമ്മൾ ഈ സംസാരിക്കുന്നതൊക്കെ വീഡിയോയിൽ വന്നിട്ടുണ്ടാവും. അത് കാണുന്ന ആൾക്ക് ഒരു ബുദ്ധിമുട്ടായി തോന്നില്ലേ? അപ്പോൾ മ്യൂസിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ടൊക്കെ ഒഴിവായി കിട്ടുമല്ലോ. സാർ ഈ വീഡിയോയ്ക്ക് ബാക്കി കാര്യങ്ങൾ മോളിക്കുട്ടി ചെയ്ത് റെഡിയാക്കി തന്നോളൂ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അല്ലേ മോളെ? പിന്നല്ലാതെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പോകാമല്ലോ. അങ്ങനെ പറഞ്ഞ് ശ്രീനിവാസ് അവർക്കൊപ്പം തിരിച്ചു പോകുവാണ്. അങ്ങനെ ഈ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് ലോട്ടറി വിറ്റുകൊണ്ട് നടക്കുന്ന ഗോപാലൻ്റെ മുമ്പിലേക്ക് എത്തുന്ന നന്ദനെയാണ് കേട്ടോ. നന്ദൻ ഗോപാലിനോട് ചോദിക്കണേ കൃഷ്ണമോൾ എവിടെയാണ്? കൃഷ്ണയും തങ്കവും എവിടെയാണ് താമസിക്കുന്നത്? അന്നേരം ഗോപാലൻ ചോദിക്കണേ കൃഷ്ണയോ? ഏത് കൃഷ്ണ? അന്നേരം നന്ദൻ പറയണേ ഗോപാലൻ എൻ്റെ മുമ്പിൽ പൊട്ടം കളിക്കാൻ ശ്രമിക്കണ്ട. ഞാൻ ഒരു ദിവസം ഗോപാലൻ്റെ വീട്ടിൽ വന്നിരുന്നു. ഗോപാലൻ്റെ ഭാര്യ സുനന്ദ പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. നിങ്ങൾ എന്നിൽ നിന്നും എന്തിനാണ് കൃഷ്ണയെ മറച്ചു പിടിക്കുന്നത്? കൃഷ്ണയുടെയും കൂടി നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അങ്ങനെ നന്ദൻ കൃഷ്ണ എവിടെയാണെന്നുള്ള സത്യം ഗോപാലിനെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നൊക്കെയുണ്ട്. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണ എടുത്ത ആ വീഡിയോ ഉണ്ടല്ലോ, മാണിക്കുഞ്ഞിൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ടോ ശ്രീനിവാസ്. അങ്ങനെ ആ ഫോട്ടോ കാണുന്നതും മാണിക്കുഞ്ഞ് സന്തോഷത്തോടെ അത് നവീനെ കാണിക്കുവാണ്. നവീനാണെങ്കിൽ ആ വീഡിയോ ഒക്കെ കണ്ട് ഒത്തിരി ഇമ്പ്രസ്ഡ് ആവുകയാണോ. അങ്ങനെ എന്താണെങ്കിലും ആ പ്രോപ്പർട്ടി നേരിട്ട് ചെന്ന് കണ്ട് വിസിറ്റ് ചെയ്ത് ആ സ്ഥലം വാങ്ങാൻ തന്നെ തീരുമാനിക്കുവാണ് നവീൻ. ഈ ഒരു സമയത്തായിരിക്കും ഗാഥ ഈ വീട്ടിൽ നിന്ന് മാറി മറ്റെവിടേക്കെങ്കിലും പോകുന്നതിനെക്കുറിച്ച് നവീനോട് പറയുന്നത്. അത് കേൾക്കുന്നത് നവീൻ പറയണേ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ സിറ്റിയിൽ നിന്നൊക്കെ മാറി കുറച്ച് ശാന്തമായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് തന്നെ പോകാം. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ടേക്ക് പോകാനിരിക്കുമായിരുന്നു. ചങ്ങാതിക്കടവ് എന്ന സ്ഥലത്തിൻ്റെ പേര്. അവിടുത്തെ ഒരു പ്രോപ്പർട്ടി എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഒരു പുതിയ ഫാം ഹൗസ് അവിടെ തുടങ്ങുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുവാണ്. സത്യം പറഞ്ഞാൽ പ്ലോട്ടൊക്കെ കൊള്ളാം. അപ്പോൾ നേരിട്ട് ചെന്ന് കണ്ട് കച്ചവടം ഉറപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകാനിരിക്കുമായിരുന്നു ഞാൻ. ഒരു കാര്യം ചെയ്യും, താനും എൻ്റെ കൂടെ വാ, തൻ്റെ മനസ്സും ഒന്ന് ചേഞ്ച് ആകും. അങ്ങനെ അത് കേൾക്കുമ്പോൾ ഗാഥക്ക് ഒത്തിരി സന്തോഷമാകുവാണ്. നവീൻ്റെ ഒപ്പം ചങ്ങാതിക്കടവിലേക്ക് പോകാൻ തന്നെ തീരുമാനിക്കുന്നുണ്ടോ ഗാഥ. അങ്ങനെ നവീനും ഗാഥയും കൂടി ഒരുമിച്ചുള്ള യാത്രേനെക്കുറിച്ച് അറിഞ്ഞ് കീർത്തി ആകെ പൊട്ടിത്തെറിക്കുവാണ്. കീർത്തി അങ്ങനെ നിർമ്മലയോടും അച്ഛനോടും പറയണേ അവരെങ്ങനെ ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ അവർക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർന്നാലോ, അങ്ങനെ ഒരു പുതിയൊരു ജീവിതം തുടങ്ങിയാലോ, അത് ഞാൻ എങ്ങനെ സഹിക്കും? അങ്ങനെ കീർത്തി പറയുമ്പോൾ അത് ശരിയാണല്ലോ എന്നും പറഞ്ഞ് ആലോചിച്ച് നിൽക്കുവാണ് കേട്ടോ നിർമ്മല. അപ്പോൾ ആ ഒരു സീനൊക്കെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്